തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സെറിബ്രൽ പാൾസി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മഞ്ചേരിയിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ കായിക കൂട്ടായ്മയ്ക്ക് മിന്നും ജയം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈതാനത്ത് നടന്ന ചാമ്പ്യൻഷിപ്പ് വിജയത്തോടെ പ്രതീക്ഷയുടെ ചുവടുവയ്ക്കുകയാണ് കൂട്ടായ്മ. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് സ്ട്രൈക്കേഴ്സ് സ്പോർട്സ് ട്രെയിനിംഗ് സെന്ററിന് കീഴിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായിക പരിശീലനം. കായിക പരിശീലനത്തിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറയുന്നു. കുട്ടികളുടെ രക്ഷിതാക്കളാണ് കൂട്ടായ്മയുടെ കരുത്ത്. 12 വയസ്സിന് താഴെയുള്ളവരുടെ 50-100 മീറ്റർ പെൺകുട്ടികളുടെ ഓട്ടമത്സരത്തിൽ അഹ്ലം, നൗറ ഫാത്തിമ എന്നിവർ 1ാം സ്ഥാനം നേടി. അനാമിക, ഷഹസിന എന്നിവർ 2ഉം ഷെൻസ 3ാം സ്ഥാനവും നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുഹമ്മദ് സിയാസ് 1ഉം സെയ്ബിൻ 2ഉം മുഹമ്മദ് ഷസീൻ, സിനാൻ എന്നിവർ 3ഉം സ്ഥാനം നേടി. 17 വയസ്സിന് താഴെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 100 മീറ്ററിൽ ഫൗമ സഹീർ 2ഉം 200 മീറ്ററിൽ 1ാം സ്ഥാനവും നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 100-200 മീറ്റർ ഓട്ടമത്സരത്തിൽ 1ാം സ്ഥാനവും ഷോട്ട് പുട്ടിൽ 2ാം സ്ഥാനവും നേടിയാണ് സോജിലിൻ്റെ മിന്നും പ്രകടനം. അഷീൽ 100 മീറ്ററിൽ 2ഉം 200 മീറ്ററിൽ 1ാം സ്ഥാനവും നേടി. 200 മീറ്റർ ഓട്ടമത്സരത്തിൽ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ അഫ്ലഹ്, അനിരുദ്ധ്, നിജാത്ത് എന്നിവരും നേടി. 8 മുതൽ 11 വയസ്സ് വരെയുള്ള 25-50 മീറ്റർ ഓട്ടമത്സരത്തിൽ അനാമിക, മുഹമ്മദ് ഷസീൻ, മുഹമ്മദ് ഹാഷിം സോഫ്റ്റ് ബോൾ ത്രോയിലും 25 മീറ്റർ നടത്തത്തിലും ഫാത്തിമ റിഫയും മുഹമ്മദ് സ്വാലിഹ, ജൗഹർ എന്നീ കുട്ടികളും 12 മുതൽ 15 വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ 50-100 മീറ്റർ ഓട്ടമത്സരങ്ങളിൽ മുഹമ്മദ് ഷെബിനും പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന പാരാ അത്ലറ്റിക് മീറ്റ്, കോഴിക്കോട് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്നിവയിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾ വിജയനേട്ടം കൈവരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരിജയുടെ നേതൃത്വത്തിൽ കോച്ച് അഭിരാജ്, കോർഡിനേറ്റർ ഹംസ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. ചുരുങ്ങിയ കാലത്തിനിടെയാണ് കേന്ദ്രത്തിൻ്റെ വികസനം. വിവിധ കായിക ഇനങ്ങളുടെ പരിശീലനം തെറാപ്പിയാക്കി മാറ്റാനാകുമെന്നാണ് രക്ഷിതാക്കളുടെ പ്രതീക്ഷ. രക്ഷിതാക്കളുടെയും സുമനസ്സുകളുടെയും പിന്തുണയാണ് കേന്ദ്രത്തിന് ആശ്വാസം. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.